I'm from Assam. You're from Assam, right? I appreciate your effort here on ground. I were in studio, and your commanding officers and all other officials are saying, especially ADGP Ajit Kumar is saying that your team is doing wonderful work in the rescue operations. Okay, I think you reached the Punjirimatam first time. Yeah. First, our team reached. Actually, they are familiar with this region. They have done several operations previously. Okay. So they could find other way from this side to the top of Punjirimatam. So How many members are there in your group we are at present? at present we are 62 platoons. 2 platoons, 60 each or 30 plus 30? Oh, sorry. മലയാളം നന്നായി സംസാരിക്കും അല്ലേ? Assam sir. അത് ശരി, സോറി കേട്ടോ, അസാമിൽ നിന്നായോണ്ട്. മൊത്തം എത്ര പേരാണ് ഉള്ളത്? നിലവിൽ നമുക്ക് 2 പ്ലാറ്റൂൺ ഉണ്ട്. ഓരോ ടീം 2 പ്ലാറ്റൂണിൻ്റെ അകത്ത് 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടീം നിലവിൽ നിലമ്പൂരിലാണ് ഉള്ളത്. അവിടുന്ന് ഡൗൺ സ്ട്രീം ഭാഗം നോക്കുന്നുണ്ട്. ബാക്കി 3 ടീം ഇവിടെ ഉള്ളത്. 3 ടീമാണ്. 3 ടീംസ് ഇവിടെ ഉണ്ട്. ഓക്കെ എനിക്ക് നമുക്ക് മുകളിലേക്ക് നിൽക്കാം. ഓക്കെ വരും. ഓക്കെ മൊത്തം 60 പേര് അല്ലേ? ടോട്ടൽ 60. 2 പ്ലാറ്റൂൺസ്. നോട്ട് ഇൻക്ലൂഡിങ് മീ, പാർട്ടീസ് 60 പേര്. ഇത് നമുക്ക് ലൈഫ് ഉണ്ടാവാൻ സാധ്യത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? മീൻസ് ഇപ്പോൾ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോഴും റെസ്ക്യൂ ടീം നിലമ്പൂർ ഭാഗത്തും ഉണ്ട്. മൊത്തം ഇപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷേ ചാൻസ് ഫോറസ്റ്റിനുള്ളിൽ കുറച്ച് പേര് ചിലപ്പോൾ കുടുങ്ങി പോകാനുള്ള സാധ്യതയില്ലേ? അവരൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇപ്പോൾ എസ്പെഷ്യലി ചാലിയ റീജിയൻ. അതെ, അങ്ങനെ കുടുങ്ങി. അതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം ഭാഗം നോക്കുന്നുണ്ട്. നമ്മുടെ ടീമുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ് ടീം, ഒപ്പം എല്ലാവരും ഒരുമിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഓരോ കോസ്റ്റ് ഗാർഡിൻ്റെ ടീം, റിവറുണ്ട്, അങ്ങനെ ഹോവറിങ് ചെയ്ത് നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് ഓപ്പറേഷനിൽ ഇപ്പോൾ? ആദ്യത്തെ റെയിൻഫോൾ ആണ് വളരെ ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ സ്ലഷ് കൂടുതലുണ്ട്. സോ എക്സ്കവേഷൻ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ചെയ്യുന്നുണ്ട്. കുറേ മെഷീനറീസ് വന്നിട്ടുണ്ട്. മെഷീനറീസ് ആൻഡ് റിസോഴ്സസിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കുറച്ച് നമുക്ക് അങ്ങനെ സ്പെസിഫിക് സ്പോട്ടായിട്ടുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് വളരെ വൈഡ് ഏരിയ ആണ്. അവിടെ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലും, പക്ഷേ ഓൾ ദി മെഷീൻസ് ആർ ഗിവിംഗ് റോങ് സിഗ്നൽസ്, എസ്പെഷ്യലി റഡാർ പോലെയുള്ള മെഷീൻസ് എല്ലാം റോങ് സിഗ്നൽ ആയിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് സ്ലഷ് ടു മച്ച് ഓഫ് വാട്ടർ ബോഡിയുമാണ്. അതെ ആക്യുറേറ്റ് ആവില്ല. Anyway, appreciate you. Thank you so much. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പോലീസിൻ്റെ ഇവർ നമ്മുടെ ഈ തണ്ടർബോൾട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉള്ള സേനയാണ്. ഇവർക്ക് കാടിൻ്റെ ഫലമൊക്കെ അറിയാം. റിവേട്ടാ, ഞാൻ റിവേട്ടിനോട് ചോദിച്ചത് ഈ സ്ഥലത്ത് റിവേട്ടനെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? അത് തകർന്നാണ് ഇരിക്കുന്നത്. ഞങ്ങള് അതായത് ബഷീർ ഖാന്റെ ചായക്കട ഉണ്ട്. ബഷീർ ഖാന്റെ ചായക്കടയിൽ നല്ല പഴംപൊരി, ചായയും പരിപ്പോടെയൊക്കെ കിട്ടും. ഇതാണ് സാഗർ ഹോട്ടൽ. ബഷീർ ഖാന്റെ ചായക്കട. സത്യം പറഞ്ഞാൽ എനിക്ക് വരെ മനസ്സിലാകണില്ല എന്ന് വേണം പറയാൻ. കാരണം 29 വൈകുന്നേരം ഇവിടെ നല്ല പരിപ്പോടിയും പഴംപൊരിയും ചായയൊക്കെ കിട്ടും. എല്ലാവരും വന്നാൽ അവിടെ ഇരിക്കുന്നു, കുറേ തമാശകൾ പറയുന്നു. പ്രായത്തിനനുസരിച്ചുള്ള ഒരു തമാശകൾ പരസ്പരം നന്നായിട്ട് കളിയാക്കി ചിരിച്ചാണ്. പക്ഷെ ആർക്കും ഒരു വിഷമം തോന്നാറില്ല. അതായത് എല്ലാ ടൗണിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. എല്ലാ ടൗണിലും നമ്മൾ വരുമ്പോ ഇങ്ങനെ പറയാ, ഇങ്ങനെ ഓരോ കത്തിയടിക്കുന്ന ആളുകളെ പറയാൻ അതാ വരുന്നുണ്ട്. തീപ്പൊരി പാറൂട്ടോ, ഇവർ രണ്ടുപേര് ചേർന്നാൽ. അതായത് ഇപ്പൊ ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മളൊരു ഫ്രണ്ട്, അവരിങ്ങനെ കളിയാക്കി പറയും ഇവർ രണ്ടുപേര് ചേർന്നാൽ തീപ്പൊരി പാറും. നമ്മളിങ്ങനെ കട്ടയടിക്കണ അതിൽ നിങ്ങളും ചിലപ്പോ പെടാം ആ ചർച്ചയിൽ. ഇഷ്ടം പോലെ ഇഷ്ടമാണ്.